ആഞ്ഞടിച്ച PV അൻവർ. പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി. സ്വർണ്ണക്കടത്ത് കേസിലും മരമുറി കേസിലും അന്വേഷണം കാര്യക്ഷമമല്ല. SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസർ. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇന്റർവ്യൂ നിങ്ങൾ അവരെ പുറത്തു വിട്ടതായിരുന്നു. ADGPക്കെതിരായ അന്വേഷണവും കൃത്യമല്ല. പോലീസിനെ നിയന്ത്രിക്കുന്നത് P ശശി. അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കെന്നും PV അൻവർ. സ്വർണം പൊട്ടിക്കലിൽ തെളിവ് പുറത്തുവിട്ട PV അൻവർ. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണം പോലീസ് പിടിച്ചെടുത്തു. ADGPയും P ശശിയും മുൻ SP സുജിത്ദാസും ചേർന്ന് സ്വർണം മുക്കി. സ്വർണ്ണക്കടത്തലിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് PV അൻവർ. അൻവർ തെറ്റിന്റെ കൂടെ നിൽക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തിരൂരിൽ കണ്ണീർ കാഴ്ചയായി അർജുന്റെ അവശേഷിപ്പുകൾ. മകനായി വാങ്ങിയ ലോറിയുടെ മാതൃകയിലുള്ള കളിപ്പാട്ടങ്ങളും ഫോണുകളും കണ്ടെത്തി. ഗംഗാവാലി പുഴയിൽ നിന്ന് ലോറി പൂർണ്ണമായും പുറത്തെടുത്തു. ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ADGPക്കെതിരെയും അന്വേഷണത്തിന് ശുപാർശ. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ തുടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായി നടൻ ദിലീപ്. 1ാം പ്രതി പൾസർ സുനിയടക്കം 12 പ്രതികളും കോടതിയിൽ. പ്രതികളെ കേട്ട കോടതി. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന അന്വേഷണ സംഘം. തീരുമാനം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് ജാമ്യ ഹർജിയിൽ സിദ്ദിഖ്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും ആവശ്യം. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം.